സംഘടിപ്പിക്കുന്ന കൊറോണ കാലത്തെ സാംസ്കാരിക വർത്തമാനം എന്ന പരിപാടിയുടെ 33ാമത്തെ ദിനപരിപാടിയാണ് ഇന്നത്തേത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കൊറോണ വൈറസ് അവ ഉയർത്തുന്ന ഭീഷണികളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ് ഞാൻ കേന്ദ്രീകരിക്കുന്നത്. വർത്തമാന കാലത്തെ നമ്മുടെ കേരളത്തെ മാത്രമല്ല ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളെ, മിക്കവാറും 212 രാജ്യങ്ങളെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിഷയമാണ് കൊറോണയുടെ വ്യാപനവും അവ ഉൽപ്പാദിപ്പിക്കുന്ന ആക്രമണങ്ങളും. അതുകൊണ്ട് കൊറോണ എന്ന് പറയുന്നത് വെറും ചെറിയ ഒരു നിസ്സാര വൈറസ് മാത്രമല്ല. ആഗോളതലത്തിലുള്ള 700 കോടിയിൽ പരമുള്ള മനുഷ്യരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മഹാമാരി സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ജീവിയാണ്, അതിസൂക്ഷ്മ ജീവിയാണ്. നിലവിലുള്ള ഈ ഭീഷണിയെ വിലയിരുത്തുകയും ആ ഭീഷണിയെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് വിലയിരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കൊറോണ അഥവാ COVID-19 എന്ന് പറയുന്ന ജീവി വളരെ ലളിത ഘടനയുള്ള ഒരു സൂക്ഷ്മ ജീവിയാണ്. കോവിഡ് പുനരുൽപാദന സ്വഭാവം ഉണ്ട് എങ്കിലും അവ ഒരു ലിവിങ് ഓർഗാനിസം അല്ല, ജീവനുള്ള ഒരു ജീവിയല്ല. അവ പുനരുൽപാദിപ്പിക്കും, പക്ഷെ ജീവനുള്ള ഒരു ജീവിയുടെ സാമാന്യ രീതിയിലല്ല. ജീവകോശങ്ങൾക്കുള്ളിൽ മാത്രം ജീവഗുണം പ്രകടിപ്പിക്കാൻ മാത്രമേ ഈ വൈറസുകൾക്ക് കഴിയുകയുള്ളൂ. അത് വൈറസ് വർഗത്തിന്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ വൈറസുകൾ ബാഹ്യരംഗത്ത്, ജീവജാലങ്ങളുടെ ബാഹ്യരംഗത്ത് കടന്നു വന്നാൽ അവ ജീവനില്ലാത്ത വെറും ഭൗതിക വസ്തുക്കളോ പദാർത്ഥങ്ങളുമായി തരം താഴുന്നു. അങ്ങനെ ജൈവശരീരത്തിന്റെ പുറത്തു വരുമ്പോൾ നിർജീവ പദാർത്ഥം അവയുടെ അകത്ത് കിടക്കുമ്പോൾ സ്വാഭാവികമായും സ്വയം ജീവൻ ആവിഷ്കരിച്ച് ജൈവഗുണം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവൻ എന്ന പ്രതിഭാസം ഒരു കോശത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ജൈവ പദാർത്ഥത്തിൽ ഉണ്ടാകുന്നത് സത്യത്തിൽ ആ പദാർത്ഥത്തിന്റെ സാഹചര്യം അനുസരിച്ചുള്ള രാസഗുണം കൊണ്ടാണ്. അല്ലാതെ ശരീരത്തിൽ കടക്കാൻ നേരത്ത് ഏതെങ്കിലും ദൈവം ആത്മാവിന്റെ അംശം കൊറോണയിൽ ഊതിക്കയറ്റിയിട്ടല്ല കൊറോണയ്ക്ക് ജീവൻ ലഭിക്കുന്നത്. ഇത് നാം അടിവരയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ആത്മീയ മണ്ഡലത്തിൽ ഇന്നലെ വരെ നടത്തിപ്പോന്ന ദുഷ്പ്രചാരണത്തിൽ നമ്മെ പഠിപ്പിച്ചത് ഒരു മനുഷ്യജീവിക്ക് ജീവൻ ലഭിക്കണമെങ്കിൽ അവന്റെ പ്രാരംഭവേളയിൽ ആ കോശത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഊതി കയറ്റണമെന്ന ഒരു സമീപനമാണ് മതപണ്ഡിതന്മാരിൽ ചിലരെങ്കിലും വഹിച്ചു പോരുന്നത്. മിക്കവാറും എല്ലാ മതത്തിലെയും അടിസ്ഥാന പ്രമാണ വിശ്വാസവും അതാണ്. ആത്മാവ് കടന്നിട്ടില്ലെങ്കിൽ കോശങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല, വസ്തുക്കൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല എന്നുള്ള മിഥ്യാവിശ്വാസവും അന്ധവിശ്വാസവും സ്ഥിരമായി നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു കാര്യം ഉറപ്പ്, ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊറോണയെപ്പോലുള്ള വൈറസുകൾ അവയുടെ ജീവസ്വഭാവം കാണിക്കുന്നത് അവയുടെ സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ്. അവ ജൈവപദാർത്ഥ മണ്ഡലത്തിലാണോ ജീവഗുണം കാണിക്കും, അവയുടെ പുറത്താണോ ജീവഗുണം ഇല്ലാതാവും. ഈ വസ്തുത നാം തിരിച്ചറിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാകും, ജീവൻ എന്ന പ്രതിഭാസം പദാർത്ഥത്തിന്റെ സാഹചര്യമനുസരിച്ചുള്ള ഒരു സ്വഭാവ പ്രകടനം മാത്രമാണ്. അതൊരു അസാധാരണമായ ദൈവികമായ കഴിവിന്റെ ഭാഗമായി ദൈവം നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക കഴിവിന്റെയോ ശക്തിയുടെയോ ഭാഗമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. ഒരു അതിസൂക്ഷ്മമായ ഈ ജീവി അതിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള ഊർജ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ അവ അതിഥി കോശങ്ങളെ ആശ്രയിക്കണം. സ്വന്തമായി അവയ്ക്ക് അത്തരം ഊർജോൽപാദനം പോലും സാധ്യമല്ല. അതേപോലെ തന്നെ ജീവൻ കൊറോണയ്ക്ക് ലഭിക്കുന്നത് ബാഹ്യലോകത്തുള്ള ദിവ്യശക്തികളുടെ ഇടപെടൽ കൊണ്ടല്ല എന്ന് വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ, മതപരമായ സമൂഹത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മതവിശ്വാസത്തെ
പിന്നെ കൊറോണ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈറസുകൾ എന്ന് പറയുന്ന ജീവികൾ സത്യത്തിൽ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. കോവിഡ് എന്ന് പറയുന്ന COVID-19 എന്ന പേരിൽ അറിയപ്പെടുന്ന സംഹാര ശേഷിയുള്ള ഒരു വൈറസാണ് നമ്മുടെ വർത്തമാനകാല ദുരിത സൃഷ്ടിക്കും കാരണമായിട്ടുള്ളത്. ഈ കോവിഡിന്റെ സംഹാര ശേഷി നിസ്സാരമല്ല. 17 മില്യൺ മരണം, 17 ദശലക്ഷം മരണമാണ് ഒരു വർഷം ലോകത്തിൽ ഈ വൈറസുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു വർഷം 17 ദശലക്ഷം. അപ്പൊ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ എത്ര ആളുകളെയാണ് അത് കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നുള്ളതിന്റെ കണക്ക് ആലോചനാതീതമായ അളവിൽ വലുതാണ്. ഒരു ദിവസം 50,000 മരണത്തിന് കാരണമാണത്രേ ഈ വൈറസുകൾ. ഒരു ദിവസം 50,000 മരണം. അങ്ങനെയുള്ള ഒരു മഹാമാരി ഏകദേശം ഇന്നത്തെ ലോകത്തിലെ 572 കോടി ജനത്തിന് അസാധാരണമായ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിലെ 572 കോടി ജനം, 700 കോടിയിലധികമാണ് ലോക ജനസംഖ്യ. അതിൽ 3/4 ആളുകളെയും അത് ഭീഷണിക്ക് വിധേയമാക്കുന്നുണ്ട് എന്നത് ആരെയാണ് അമ്പരപ്പിക്കാത്തത്? വർത്തമാനകാല ഇന്ത്യയിലെയും ലോകത്തെയും അവസ്ഥയിൽ കൊറോണ സൃഷ്ടിക്കുന്ന അപകടത്തിന്റെ തോത് നിസ്സാരമല്ല. കൊറോണ ലോക തലത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അപകടങ്ങളിൽ ആഗോള തലത്തിലുള്ള മരണം 2,90,000 2,90,804 അങ്ങനെയാണ് ഇതിന്റെ കൃത്യമായ കണക്ക്. എന്നാൽ അവ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന രോഗികളുടെ എണ്ണം 42.47 ലക്ഷമാണ്. ആഗോളതലത്തിൽ 42.47 ലക്ഷം രോഗികളെയാണ് ഇന്ന് കൊറോണ പിടികൂടിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പിടികൂടിയിട്ടുള്ളത് 74,251 രോഗികളെയാണ്. അതേ സമയത്ത് ഈ രോഗികളിൽ ഏകദേശം 2,415 മരണത്തിന് കാരണമായിട്ടുണ്ട്. 2,415 മരണം. നമ്മുടെ കേരളത്തിലെ കഥ പറഞ്ഞാൽ വളരെ ഗൗരവമായി മറ്റാളുകളെ ഭീഷണിപ്പെടുത്തുന്നതാണ് കൊറോണ എങ്കിലും കേരളത്തെ പിടിച്ചു കുലുക്കുവാൻ കൊറോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കൊറോണയുടെ ഫലമായിട്ട് 519 ആളുകൾക്കാണ് ഇതുവരെ രോഗം ഉണ്ടാക്കാൻ കൊറോണയ്ക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് അതിന്റെ ഫലമായി ആകെ മരണം നടന്നിട്ടുള്ളത് വെറും 3 ആ വെറും 3 മരണം മാത്രമല്ല, ഇന്നത്തെ വാർത്തയിൽ വന്നത് ഇന്ന് 10 പുതിയ കൊറോണ രോഗികൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ്. 1-2-3 ദിവസമായി പുതിയ രോഗങ്ങൾ ഇല്ല. അതിൽ ഇന്ന് 10 രോഗം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ 10ഉം ഇന്നലെയും മിനിയാന്നുമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ആളുകളിലൂടെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം ഒരവസ്ഥയിൽ കൊറോണ എന്ന് പറയുന്നത് ഒരു മഹാമാരിയാണെന്നും അത് ജനങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്നും ഒരു വസ്തുതയാണ്. ഇത് നമ്മുടെ കേരളത്തെ വല്ലാതെ അമ്പരപ്പിക്കുന്നില്ലെങ്കിലും ഗുജറാത്ത്, ഡൽഹി, തമിഴ്നാട്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അത് മാരകമായ ഭീഷണിയായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിൽ 537 ആളുകൾ മരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 8,903 രോഗികളെ അത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. 921 മരണം, 24,427 രോഗികൾ. ഇങ്ങനെ ആളുകളെ അമ്പരപ്പിക്കുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളുടെ കണക്കിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. കൊറോണയുടെ മറ്റ് സ്വഭാവവിശേഷങ്ങളിൽ നമ്മൾ കടന്നാൽ കൊറോണ ഒരു ചെറിയ ലഘു വൈറസാണെന്ന് പറഞ്ഞു. ഈ വൈറസുകളുടെ ഒരു വലിയ കുഴപ്പം അവയ്ക്ക് നിരന്തരം മ്യൂട്ടേഷൻ അഥവാ അടിസ്ഥാനപരമായ മാറ്റം നടക്കുന്നു. കോശത്തിന്റെ ഉള്ളിലുള്ള ജനിതക ഘടനയിൽ വരുന്ന മാറ്റത്തിന്റെ ഫലമായി ഒരു പുതിയ ജീവസ്വഭാവം ഒരു ജീവി ആവിഷ്കരിക്കുമ്പോഴാണ് അതിനെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 30ഓളം മ്യൂട്ടേഷനുകൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ കൊറോണ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൊറോണ എന്ന ബീജത്തെ
അല്ലെങ്കിൽ വൈറസിനെ കൈകാര്യം ചെയ്യുന്നതിൽ ശാസ്ത്രത്തെ വേണ്ടത്ര ദുർബലപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. കാരണം ഒരു വൈറസിന് മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം വേറൊരു വൈറസ് രംഗത്ത് വരുന്നു. വൈറസിന്റെ ഗുണവിശേഷം മാറി, ആദ്യത്തെ മരുന്ന് അതിന് പര്യാപ്തമല്ല. പുതിയ വൈറസിന്റെ ആന്തരിക ഘടന പഠിച്ച് പുതിയ മരുന്ന് ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വൈറസുകളെ 4 തരങ്ങളായി പൊതുവെ തരംതിരിക്കാം. ഒന്ന് മനുഷ്യരെ ബാധിക്കാത്ത വിഭാഗമാണ്. ബയോ സേഫ്റ്റി ലെവൽ പ്രകാരമാണ് ഈ 4 വിഭാഗമായി ഇവയെ തരംതിരിക്കുന്നത്. ജൈവ സംരക്ഷണത്തിന്റെ അളവ് നോക്കിയിട്ടാണ് അവ തീരുമാനിക്കുന്നത്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പിൽപ്പെടുന്ന BSL-1 എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന വൈറസുകൾ മനുഷ്യരെ ബാധിക്കുന്നേയില്ല. അവയെക്കുറിച്ച് നമുക്ക് വേവലാതിപ്പെടേണ്ടതില്ല. രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവ മിതരോഗകാരികളാണ്. മരണരോഗങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അത്ര വലിയ ഭയം അവ ഉൽപ്പാദിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവ ഗുരുതര രോഗകാരികളാണ്. മാത്രമല്ല മരണകാരണങ്ങൾ കൂടിയാണ്. പല തരത്തിലുള്ള മരണങ്ങൾ അവ സൃഷ്ടിക്കുന്നുണ്ട്. ഡെങ്കി, ഹെർപ്പീസ്, COVID-19 തുടങ്ങിയ രോഗികൾ ഗ്രൂപ്പിൽപ്പെടുന്ന വൈറസുകൾ ആ മൂന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവയാണ്. നാലാമതൊരു ഗ്രൂപ്പുണ്ട് BSL-ൽ. അത് അതിഗുരുതര രോഗകാരികളാണ്. ഗുരുതരമായ മരണവും സൃഷ്ടിക്കാൻ കഴിവുള്ളവയാണ്. നിപ്പയും എബോളയും ആ തറവാട്ടിൽപ്പെട്ടവരാണ്. അങ്ങനെ 4 ഗ്രൂപ്പിലാണ് കൊറോണ പോലെയുള്ള ജീവജാലങ്ങളെ മൊത്തത്തിൽ തരംതിരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷത്തിൽ 30 വൈറസുകൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. 20 വർഷം കൊണ്ടാണ് 30 വൈറസുകൾ മ്യൂട്ടേഷൻ പ്രകാരം രൂപപ്പെട്ടിട്ടുള്ളത്. ഇവയിൽ പലതിനും ഒരു ചികിത്സയും ഇല്ല. കണ്ടുപിടിച്ചിടത്തോളമുള്ള മരുന്നുകൾ അവയ്ക്ക് പലതിനും ഫലപ്രദമല്ല. ഏക രക്ഷാമാർഗം, തീരെ രക്ഷാമാർഗമില്ലാതെയില്ല. ഏക രക്ഷാമാർഗം ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കലാണ്. ഇത് അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സാങ്കേതിക വൈദഗ്ധ്യമൊന്നും വേണ്ട, അതുപോലെ വലിയ സാമ്പത്തിക ചെലവും വേണ്ട. നിത്യജീവിതത്തിൽ നമ്മുടെ ആഹാരക്രമത്തിൽ ശാസ്ത്രീയമായ ആഹാരം നമ്മൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണോ അത് പഠിച്ച്, അതിലെ പോഷകാഹാരങ്ങളെ പഠിച്ച്, രാവിലെ ഇന്ന പോഷക പദാർത്ഥങ്ങളുള്ള ആഹാരം കഴിക്കണം, ഉച്ചയ്ക്ക് ഇന്നത് കഴിക്കണം, വൈകുന്നേരവും രാത്രിയും ഇന്ന പോഷകാഹാരങ്ങൾ കഴിക്കണമെന്ന രീതിയിൽ ആഹാര രീതിയെ ശാസ്ത്രീയമായി സംവിധാനം ചെയ്ത് പോഷക സമ്പന്നമാക്കാനുള്ള ഒരു കഴിവ് വർത്തമാന കാലത്ത് ഏത് കുടുംബത്തിലെ ആർക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിന് വലിയ സാമ്പത്തിക ബാധ്യതയില്ല. നാം ഉപയോഗിക്കുന്ന ആഹാരം, നാം കഴിക്കുന്ന ആഹാരം അവ തന്നെയാണോ കഴിക്കേണ്ടത്, അല്ല വേറെ ചില പദാർത്ഥങ്ങളാണോ കഴിക്കേണ്ടത് എന്നിവയെക്കുറിച്ച് ഒരു നല്ല പഠനം നടത്തി ഇമ്മ്യൂണിറ്റി, ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കാൻ പര്യാപ്തമായ ആഹാര രീതികൾ നാം പഠിക്കണം. അത് തന്നെ ഒരു പ്രഭാഷണ വിഷയമാക്കി ബഹുജനങ്ങൾക്ക് നൽകാൻ മാത്രം വിപുലമായ ഒരു സബ്ജക്റ്റാണ് അതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അതിന്റെ വിശദാംശത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും അതിന്റെ അനിവാര്യത അതിപ്രധാനമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അകലം പാലിക്കൽ, പിന്നെ നമുക്ക് രക്ഷാമാർഗം ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുമ്പോഴോ ഈ രോഗബീജങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ചെറിയ എളുപ്പമാർഗങ്ങളുണ്ട്. അതാണ് രോഗികളിൽ നിന്ന് അകലം പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, രോഗികളെ ക്വാറന്റൈൻ ചെയ്യുക. ഇതൊക്കെ സർക്കാർ ഇന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രോഗബാധ വരാതിരിക്കാൻ എത്രമാത്രം ജാഗ്രത പുലർത്തണമെന്നത് നാം പഠിക്കേണ്ടതാണ്. ഇത് എഴുതി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതിലൊന്നും വിട്ടുവീഴ്ച ചെയ്താൽ അത് അത്രയും അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ ഈ കൊറോണയെ കൈകാര്യം ചെയ്യുന്ന രീതി അഖില ലോകാടിസ്ഥാനത്തിൽ അംഗീകാരം വാങ്ങിയ ഒരു സംവിധാനമാണ്. ഐക്യരാഷ്ട്രസഭ മുതൽക്ക് ICMR, ഇന്ത്യ രാജ്യത്തിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് ഇന്ത്യയിലെ ആരോഗ്യ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ നിൽക്കുന്ന റിസർച്ച് സ്ഥാപനം. ആ റിസർച്ച് സ്ഥാപനം മുതൽക്ക് രാജ്യസഭ TV, ദ എക്കണോമിസ്റ്റ്, ഇന്റർനാഷണൽ പത്രമായ ദ എക്കണോമിസ്റ്റ് തുടങ്ങിയ പലരും ഈ കേരളത്തിന്റെ കൊറോണ കൈകാര്യം ചെയ്ത രീതിയെ
അസാധാരണമായ രൂപത്തിൽ ആദരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണമുണ്ട്. കാരണം ഈ രോഗത്തിന്റെ അപകടങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് രോഗം എവിടെയോ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ആ രോഗത്തിന്റെ ഘടനാപരമായ അവ ഉൽപ്പാദിപ്പിക്കുന്ന രോഗ കാരണങ്ങളെ, അത് ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യങ്ങളെ സൂക്ഷ്മമായി പഠിക്കുന്നതിനും കേരളത്തിലെ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നു എന്നത് അവരുടെ തന്നെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേൾക്കേണ്ടായി. ഈ ഏതോ ഒരു കൊറോണയുടെ വാർത്ത കേട്ട് തലശ്ശേരിയിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയപ്പോൾ അവരുടെ മൊബൈൽ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഈ കൊറോണയെ കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാനുള്ള പരമാവധി ശ്രമം നടത്തിയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ പഠനം അവർക്ക് മാത്രമല്ല, കേരള ജനതയ്ക്കും ലോക ജനതയ്ക്കും ഒരു വലിയ നേട്ടമായി തീർന്നു എന്നതാണ് കേരളത്തിന്റെ നേട്ടത്തിന്റെ അടിസ്ഥാന കാരണം. ഈ അടിസ്ഥാനത്തിൽ കേരളത്തിന് വളരെ മുൻകൂട്ടി രോഗം നമ്മുടെ ഗേറ്റിൽ കടന്നിട്ടില്ല, ഗേറ്റിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ പ്രതിരോധ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ സാധിച്ചത് ആ ഒരു പ്രശ്നത്തിന്റെ, ആ ഒരു അവബോധത്തിന്റെ വലിയ നേട്ടം കൊണ്ടാണ്. ഇന്ന് വരെ രോഗം തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസമെങ്കിലുമായി. ഇന്നേക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രോഗം പരമാവധി ശാന്തമായി, ഇനി പേടിക്കാനില്ല എന്നൊരവസ്ഥ വന്നിരിക്കുന്നു. ആ അവസ്ഥയിലാണ് ഇപ്പോൾ പേടിക്കാനുള്ള ഒരവസ്ഥ വന്നിട്ടുള്ളത്. പ്രവാസികളുടെ വരവോടുകൂടി ഇത്തിരി ഭയം പുതുതായി ആളുകളിൽ ജനിക്കുന്നുണ്ട്. അതിനൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നാം അവയെയും തരണം ചെയ്യാൻ പഠിച്ച പാഠങ്ങൾ എമ്പാടുമാണ്. ഇന്നേ വരെ 3 മരണം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു അനുഭവമാണ്. ലോകത്തിൽ ഇത്രയും കുറഞ്ഞ മരണനിരക്കുള്ള 0.57 കേരളത്തിന്റെ മരണനിരക്ക്. ഇത്രയും കുറഞ്ഞ മരണനിരക്കുള്ള ഒരു രാഷ്ട്രം വേറെ ഇല്ല എന്നത് നാം അഭിമാനപുരസ്സരം ഓർക്കേണ്ടതാണ്. 70 ദിനമെടുത്തു രോഗികളുടെ എണ്ണം കേരളത്തിൽ ഇരട്ടിയാവാൻ എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. 8 ജില്ലകളിൽ 7-5 ഈ മാസം 7-ാം തീയതി 8 ജില്ലകൾ കേരളത്തിൽ കോവിഡ് മുക്തമായി, കോവിഡ് ഇല്ലാതായി കഴിഞ്ഞു എന്ന് നാം വാർത്ത വന്നു. കമ്മ്യൂണിറ്റി കിച്ചൺ കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികളിൽ അത്ഭുതകരമായ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു മാർഗമാണെന്ന് ഒരു UN വിദഗ്ധൻ വിശദീകരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടായി. എന്തായാലും കമ്മ്യൂണിറ്റി കിച്ചൺ വഴിക്ക് പ്രവാസികളല്ല, നമ്മുടെ അതിഥി തൊഴിലാളികൾ, ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ബംഗാളിൽ നിന്നും അതുപോലെ ഒറീസയിൽ നിന്നും UP നിന്നൊക്കെ ഇവിടെ പണിക്ക് വന്ന പാവങ്ങളാണ് ഈ സത്യത്തിൽ ഈ അതിഥി തൊഴിലാളികൾ. അവരെ കുടിയേറ്റ തൊഴിലാളികൾ എന്നാണ് നാടൻ ഭാഷയിൽ വിളിക്കാറുള്ളത്. പക്ഷേ കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി അവരെ വിശേഷിപ്പിച്ചത് അതിഥി തൊഴിലാളികൾ എന്നാണ്. അവരെ അതിഥികളായി പരിഗണിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളോട് കാണിച്ച ആദരവിന്റെയും സ്നേഹമസൃണമായ പെരുമാറ്റത്തിന്റെയും ലക്ഷണമാണ് ആ പേര് തന്നെ. ശ്രീമാൻ പിണറായി വിജയൻ ആ രംഗത്ത് കാണിച്ച മാനവികത അസാധാരണമായ ഒരു സവിശേഷ ഗുണമുള്ള ഒന്നാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പുറത്തുനിന്ന് വന്ന മനുഷ്യരെ, കഷ്ടപ്പെടുന്നവരെ, ഒറ്റപ്പെടുന്നവരെ ഒരു ആദരവോടി കാണാനുള്ള ഒരു വികാരം ഇന്ന് കേരളത്തിൽ സ്ഥൂലമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ്. ഇതിന്റെ ഫലമായി ഇതൊക്കെയാണ് ഈ കേരളത്തിലെ നേട്ടങ്ങളുടെ ഭാഗത്തിന് കാരണമായിട്ടുള്ളത്. അതിഥി തൊഴിലാളികൾക്ക് എല്ലാ തരം സംരക്ഷണം കൊടുത്തു. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഇത് കേരളത്തിന്റെ മെച്ചപ്പെട്ട മോഡൽ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു കാര്യമാണ്. മാത്രമല്ല ICMR, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ, കേരളത്തെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ കേരളത്തിന്റെ മഹത്വം നമുക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. രോഗപരിചരണത്തിലും സമ്പർക്കമുള്ളവരെ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നതിലും ഏറ്റവും മുന്നിലാണ് കേരളം എന്നാണ് അതിന്റെ ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. രോഗമുക്തി 92.03% രോഗമുക്തി ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ. മരണം വെറും 3, മരണനിരക്ക് 0.6. രോഗമുക്തർ 469 പേർ രോഗമുക്തർ. അതിന്റെ നിരക്ക് 92% രോഗമുക്തി നിരക്ക്. 92%. 6-5 വരെ, അതായത് മെയ് 6-ാം തീയതി വരെ പരിശോധന 34,599 പരിശോധന കേരളത്തിൽ നടത്തി.
രോഗികളാണോ അല്ലേ എന്ന് കണ്ടറിയാൻ. ഇതിൽ 34,063 കേസുകളും രോഗമുണ്ടായിരുന്നില്ല. 14 ലാബുകൾ, 6 സ്വകാര്യ ലാബുകൾ, അങ്ങനെ 20ഓളം ലാബുകൾ ഇവിടെ സംഘടിപ്പിക്കുവാൻ ഇടക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച പരിശോധന 90 സാമ്പിളുകളാണ്. സ്രവ പരിശോധനയ്ക്ക് 466 PCR മെഷീൻ കേരളത്തിൽ വരുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് അഖിലേന്ത്യാ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. 70 ദിവസം കൊണ്ട് രോഗികൾ ഇരട്ടിയായിട്ടുള്ളൂ കേരളത്തിൽ എന്നത് കേരളത്തിന്റെ പ്രവർത്തന ശൈലിയുടെ ഒരു മഹത്വമാണ്. ദേശീയ ശരാശരി 8-9 ദിവസമാണ്. രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നത് അഖിലേന്ത്യാ തലത്തിൽ 8-9 ദിവസമാണെങ്കിൽ കേരളത്തിൽ അത് 70 ദിവസമാണ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ്. എണ്ണി പറയാൻ കഴിയാത്ത അത്ര നേട്ടം. 8 ജില്ലകൾ കോവിഡ് മുക്തമായി എന്നും അവർ പറയുന്നു. ഇങ്ങനെയൊക്കെ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ കേരളത്തിന് ആഗോള തലത്തിൽ ഒരു ഉന്നത സ്ഥാനം കിട്ടിയാൽ ഒരു കാര്യവും അത്ഭുതപ്പെടാനില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ മോഡൽ അതിന്റെ പ്രശംസകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ രാഷ്ട്രങ്ങളെ കുറിച്ച് ഒരു സൂചനയുണ്ട്. കേരളം, വിയറ്റ്നാം, ചൈന, ഈ 3 രാഷ്ട്രങ്ങളിൽ കേരളത്തെ പോലെ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു താരതമ്യ പഠനത്തിന് ഞാൻ ഒരു ലേഖനം വായിക്കേണ്ടായി. ഇന്ത്യൻ എക്സ്പ്രസിലോ മറ്റോ എഴുതിയ ഒരു കുറിപ്പിൽ നിന്ന് ഒരു ഫോറിനറുടെ ലേഖനത്തിലാണ് ഈ താരതമ്യ പഠനം നടക്കുന്നത്. അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ അഭിപ്രായ പ്രകടനമല്ല. 3.5 കോടി ജനം ഉള്ള കേരളത്തിൽ മരണം 3 മാത്രം. 10 കോടിയുള്ള വിയറ്റ്നാമിൽ മരണം 0, വട്ടപൂജ്യം, ഒറ്റ മരണമില്ല. അതുപോലെ ചൈന, പ്രതിരോധ കർമ്മത്തിൽ 140 കോടി ജനമുള്ള ചൈനയിൽ വുഹാൻ എന്ന് പറയുന്ന ഒരു ചെറിയ നഗരത്തിൽ നിന്നാണ് രോഗം ആരംഭിക്കുന്നത്. അവിടെ മരണം 4,636 കാരണം ആദ്യമായിട്ട് രോഗം വന്ന സ്ഥലം അതാണ്. രോഗം ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ഗവേഷണത്തിൽ കാര്യങ്ങൾക്ക് മരുന്ന് തീരുമാനം വെക്കാനുമുള്ള ആ സാവകാശമാണ് മരണം ഇത്ര കൂടാൻ കാരണം. വുഹാനിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ ചൈനയും വളരെ എളുപ്പം വലിയ നേട്ടം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ഈ രാഷ്ട്രങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഇത്ര വലിയ നേട്ടമുണ്ടാകുന്നു, സമാന്തരമായി നേട്ടമുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഈ ലേഖകൻ ചോദിക്കുന്നു. ഇതര രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്. അവ ലോകത്തിന് മുമ്പിൽ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ മാർക്സിസത്തിന് ഇത്തരം കർമ്മങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ടെന്നാണ് ഇതിന്റെ സൂചന വരുന്നത്. ഇത് നാം അടിവരയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. മാർക്സിസം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന ദാർശനിക തത്വമായിട്ട് എടുത്തിട്ടുള്ളത് വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവുമാണ്. ചരിത്രപരവും വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദമാണ് മാർക്സിസത്തിന്റെ അന്തസത്ത. സാമൂഹ്യ ശാസ്ത്രത്തെ അഥവാ സമൂഹത്തെ ശാസ്ത്രീയമായി പഠിച്ച് ശാസ്ത്രീയമായി ഏതെല്ലാം പരിപാടികൾ നടപ്പാക്കിയാൽ ആ തത്വം ജനങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും, സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വർത്തമാനകാല സാമൂഹ്യ ഘടനയെ അടിസ്ഥാനപരമായി പരിഷ്കരിച്ച് സമൂഹത്തെ ഒരു വലിയ വിമോചിത മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രത്യാശയാണ് മാർക്സിസം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാർക്സിസം അംഗീകരിച്ച രാഷ്ട്രങ്ങളിൽ അതിന്റെ ഗുണവിശേഷം നമുക്ക് കാണാനും കഴിഞ്ഞു. യൂറോപ്യയുടെ പേരോർക്കുമ്പോൾ, വിയറ്റ്നാമിന്റെ പേരോർക്കുമ്പോൾ, റഷ്യയുടെ പേരോർക്കുമ്പോൾ, അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ പേരോർക്കുമ്പോൾ നമുക്ക് മാർക്സിസത്തിന്റെ സാമൂഹ്യ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളുടെ ഗൗരവം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ പോയിന്റ് ഇപ്പൊ ഇവിടെ കിട്ടിയപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മാർക്സിസത്തിന് ഒരു മുൻകൈ, ഈ ഗുണപരമായ ഒരു മുൻകൈ എടുക്കാൻ കൊറോണ സമരത്തിൽ, കൊറോണയ്ക്കെതിരായ പടപൊരുതലിൽ കഴിയുന്നു എന്നത് ബഹുജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന വിഷയമാണ്. അതേ സമയത്ത് ഒരു മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് പോയി നോക്കൂ. ഇപ്പൊ ലോകരാജ്യങ്ങളിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കൊറോണ ഭീകരമായ താണ്ഡവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മൾ അമേരിക്ക തന്നെയാണ്. യു എസിൽ
ഇന്ന് കൊറോണയുടെ വ്യാപനത്തിന്റെ ഫലമായി അമേരിക്കൻ മുതലാളിത്തം അഥവാ സാമ്രാജ്യത്വം പതറുന്നു എന്ന വാചകമാണ് 13/5 വാർത്തകളിൽ വന്നിട്ടുള്ളത്. അമേരിക്ക പതറുകയാണ്. അവിടുത്തെ രോഗികളുടെ എണ്ണം അമിതമായി വർദ്ധിക്കുന്നു. 13/5 അമേരിക്കയിൽ 11,33,984 രോഗികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. മരണം 66,259. 66,259. ഇതൊരു നിസ്സാര കാര്യമല്ല. ആഗോളതലത്തിൽ ഗോളടിക്കുവാൻ, മാരകമായ ഫലങ്ങളുടെ ഫലമായി ഗോളടിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. മറ്റ് രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ മുതലാളിത്ത രാജ്യങ്ങളിൽ ഈ വൈറസുകൾക്ക് കയ്യേറാനും പാഞ്ഞു പരക്കാനും ആളുകളെ വെട്ടിവീഴ്ത്താനും വളരെ വലിയ സൗകര്യമാണെന്നും, എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലേക്ക് ആ വേഷം കെട്ടി നടക്കണ്ട എന്നും പഠിപ്പിക്കുകയാണ് ഈ താരതമ്യ പഠനം സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. മതം, കൊറോണ, ശാസ്ത്രം, അതാണ് ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മതവും കൊറോണയും തമ്മിൽ ബന്ധമുണ്ടോ? കൊറോണയും ശാസ്ത്രവും തമ്മിൽ എന്താണ് ബന്ധം? ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്, വർത്തമാന കാലത്ത് പ്രത്യേകിച്ചും. ഈ രംഗത്ത് ശാസ്ത്രവും മതവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എത്രയോ കൊല്ലമായി ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നിട്ടും ശാസ്ത്രീയ ചിന്തയും ശാസ്ത്രീയ മനോഭാവവും ഒരു ജനകീയ പ്രതിഭാസമായി രൂപാന്തരപ്പെട്ടിട്ടില്ല. കാരണം ബഹുജനങ്ങൾക്ക് ശാസ്ത്രം വേണ്ടത്ര ബോധ്യം വന്നിട്ടില്ല, അഥവാ അതിന്റെ അർത്ഥം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേ സമയത്ത് മതം എല്ലാ കാലത്തും ബഹുജനങ്ങളുടെ അടിസ്ഥാന വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെ വരെ സ്വാധീനിക്കുന്ന ഒന്നാണ്. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും നിരക്ഷരന്മാരും ഒരേ തോതിൽ അന്ധവിശ്വാസത്തിന്റെ കെണികളിൽ വീണുപോകുന്നു എന്നതുകൊണ്ടാണ് മതത്തിന് ഈ വലിയ സ്വാധീനം നിലനിർത്താൻ സാധിക്കുന്നത്. കൊറോണ വന്നപ്പോ എന്താ സംഭവം ഉണ്ടായത്? കൊറോണ നമുക്ക് ഈ വിഷയത്തിൽ നല്ലൊരു പാഠം നൽകുന്നുണ്ട്. കൊറോണയുടെ ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ ആ സംഭവം വരുന്ന റിപ്പോർട്ട് ചെയ്ത ഉടനെ തബ്ലീഗ് എന്ന് പറയുന്ന ഒരു മതപാർട്ടി അവിടെ ഒരു സമ്മേളനം നടത്തി. 9,000 തബ്ലീഗ് പ്രവർത്തകരാണ്, മതവിശ്വാസികളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ലോക്കൌട്ട് നിയമം ലംഘിച്ചുകൊണ്ടാണ് ആ സമ്മേളനം നടത്തിയത്. അവർക്ക് ലോക്കൌട്ടിന്റെ ഇഫക്റ്റോ അതിന്റെ അനന്തരഫലങ്ങളോ തിരിച്ചറിയാനുള്ള വിവരം ഉണ്ടായിരിക്കില്ല എന്നാണ് എന്റെ സംശയം. അല്ലാതെ അറിഞ്ഞുകൊണ്ട് മനുഷ്യന്മാർ ഈ മാതിരി വികൃതി ചെയ്യുമോ എന്ന ഒരു ധാരണ എനിക്കുണ്ട്. കാരണം വർത്തമാനകാല ലോകത്തിലേക്ക് നോക്കൂ, എല്ലാ മതവിഭാഗങ്ങളും അവരുടെ ഉന്നതങ്ങളും ലളിതങ്ങളുമായ ചെറുതുമായ എല്ലാ പള്ളികളും അമ്പലങ്ങളും ദേവാലയങ്ങളും ഒക്കെ അടച്ചുപൂട്ടിയില്ലേ? ഭരണകൂടങ്ങളുടെ ആവശ്യപ്രകാരമല്ലേ അവർ ചെയ്തത്? ഭരണകൂടം പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങളാണ് ദൈവത്തിന്റെ നേർസാക്ഷികൾ, ഭരണകൂട രാജാക്കന്മാരുടെയോ ഭരണാധികാരികളുടെയോ തെട്ടൂരങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല, ദൈവം എന്തു പറയുന്നുവോ അതാണ് ഞങ്ങൾക്ക് ബാധകം എന്ന് കരുതുന്ന ആ മതവിശ്വാസികൾ തന്നെയാണ് അഖില ലോകാടിസ്ഥാനത്തിൽ ഈ ഭരണകൂടങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ലോക്കൌട്ട് 100% ഫലപ്രദമാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളത്. മക്ക പള്ളി അവിടെ അടച്ചുപൂട്ടിയില്ലേ? നമ്മുടെ ക്രിസ്ത്യൻ മതമേഖലയിലെ വത്തിക്കാൻ അടച്ചുപൂട്ടിയില്ലേ? കേരളത്തിലെ ഇന്ത്യയിലെ ഏത് ഹിന്ദു അമ്പലമാണ് ഗുരുവായൂരടക്കം ശബരിമല അടക്കം പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ എവിടെയാണ് അടച്ചുപൂട്ടാത്ത അമ്പലമുള്ളത്? എല്ലാവരും ഭരണകൂടത്തിന്റെ ആജ്ഞ അംഗീകരിച്ചിരിക്കുന്നു. ഒരു തർക്കവും ആരും പറഞ്ഞിട്ടില്ല. വളരെ രസകരമായ ഒരു അനുഭൂതിയാണത്. സത്യത്തിൽ മതവിഭാഗങ്ങളെ അനുമോദിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം അവർ ചെയ്ത ആ കർമ്മം നമ്മുടെ സമൂഹത്തിലും അവരുടെ പാവപ്പെട്ട മതവിശ്വാസികളടക്കം ആളുകളുടെയും ജീവരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഒരു പങ്ക് വഹിച്ചിരിക്കുന്നു. സാധാരണ മതപാരമ്പര്യത്തിൽ അത്തരം പെരുമാറ്റം കാണാറില്ല. പക്ഷെ കൊറോണയുടെ കാര്യത്തിൽ ലോക്കൌട്ട് വന്നപ്പോൾ മതവിഭാഗങ്ങളിൽ മഹത്തായ ഒരു സ്വഭാവവിശേഷം കണ്ടു. അത് അനുകൂലമായ ഒരു നിലപാടാണ്. മതവിശ്വാസികൾക്കും ഗുണമാണ്, ബഹുജനങ്ങൾക്കും ഗുണമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആദരിക്കാൻ തയ്യാറായത്. വേറെ ഒരു കാര്യം, ഈ ദൈവം ഇല്ലെന്ന സത്യം ഇതോടുകൂടി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ കൊറോണ വന്നപ്പോൾ ശാസ്ത്ര പണ്ഡിതന്മാർ നടത്തുന്ന ഗവേഷണവും നമ്മളെ ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ പോലീസുകാരടക്കമുള്ള ആ രോഗത്തെ തടുക്കാൻ ശ്രമിക്കുന്ന ബഹുജനങ്ങളും രാപ്പകൽ കഠിനാധ്വാനത്തിലാണ്.
രാപ്പകൽ കഠിനാധ്വാനത്തിൽ. കൊറോണയുടെ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ടും അതിന് മാസ്ക് കെട്ടിയും അതുപോലെ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടും ഈ ജനവിഭാഗം എത്ര ധീരമായിട്ടാണ് രോഗികളെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരൊക്കെ കഠിനാധ്വാനത്തിലാണ്, രാപ്പകൽ കഠിനാധ്വാനത്തിലാണ്. ശാസ്ത്രജ്ഞന്മാർ വരെ, അതിന്റെ വിശദാംശം ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം, ശാസ്ത്രജ്ഞന്മാരെ ഉറങ്ങിക്കിടക്കുകയല്ല ചെയ്യുന്നത്. എത്ര മണിക്കൂറാണ് അവരുടെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ വിശദാംശം നാം പരിശോധിക്കേണ്ടതുണ്ട്. കൊറോണയ്ക്ക് പിന്നെ എങ്ങനെയാണ് തടസ്സം നിർത്താൻ സാധിക്കുക എന്ന അധ്വാനമാണ് ശാസ്ത്രലോകം നടക്കുന്നത്. എന്നാൽ അതേ സമയത്ത് മതമണ്ഡലത്തിൽ കൊറോണ പ്രതിരോധത്തിന് എന്ത് കർമ്മമാണ് അടച്ചുപൂട്ടൽ, ഗവൺമെന്റ് പറഞ്ഞ അടച്ചുപൂട്ടൽ ഒഴികെ മതമണ്ഡലത്തിൽ എന്ത് കർമ്മമാണ് നടന്നിട്ടുള്ളത്? നാം ഗൗരവമായി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. കൊറോണയെ തടയാൻ മതമണ്ഡലത്തിൽ ഒരു കർമ്മവും നടക്കുന്നില്ല. ഉള്ളത് കേരള സർക്കാർ പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ പറഞ്ഞ സാധാരണ പിന്നെ മാസ്ക് കെട്ടലും സാനിറ്റൈസർ ഉപയോഗിക്കലും വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കലും സാമൂഹ്യ അകലം പാലിക്കലും തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. അതും പാലിച്ച് എല്ലാവരും വീട്ടിൽ പോയി ശരിക്കും ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അമ്പലത്തിലെയും പള്ളിയിലെയും ദൈവങ്ങളെ സ്ഥിതിയോ, അവരോ തൽക്കാലം ഒളിച്ചിരിക്കുകയാണ്. അമ്പലങ്ങളിൽ അവർ വരുന്നില്ല, ക്ഷേത്രങ്ങളിൽ അവർ രംഗത്ത് പ്രകടിപ്പിക്കുന്നില്ല, പള്ളികളിലോ ക്രിസ്ത്യൻ മോസ്കുകളിലോ ഇനി ഗുരുദ്വാരകളിലോ ദൈവ അമ്പലങ്ങളൊക്കെ അടച്ചിട്ടുള്ളതുകൊണ്ട് ദൈവങ്ങളൊക്കെ ഇപ്പൊ തടവറയിലാണ്, ഭക്തന്മാരുടെ തടവറയിലാണെന്ന് പറഞ്ഞാൽ 100% സത്യമാണ്. അതുകൊണ്ടായിരിക്കും ദൈവങ്ങൾക്ക് കൊറോണ തടയാൻ ഒരു ആഹ്വാനം നൽകിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇബിലീസിനെ പറഞ്ഞയച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മാലാഖയെ പറഞ്ഞയച്ചിട്ട് ഈ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഒരു കർമ്മവും ചെയ്യാൻ ദൈവത്തിന് കഴിയുന്നില്ല. എന്താ കാരണം? ദൈവങ്ങൾ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഗേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, വാതിലടച്ചാൽ അവരെന്ത് ചെയ്യും? അപ്പൊ അവരിന്ന് ലോക്കിലാണ്. ലോക്കൗട്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. അതേസമയത്ത് മതമണ്ഡലത്തിലെ പരമദിവ്യന്മാരായ ദൈവങ്ങളും അതുപോലെ തന്നെ ദിവ്യാത്ഭുത പ്രകടനക്കാരും ഒക്കെ ഇന്ന് ലോക്കൗട്ടിലാണ്, അവരുടെ മതപരമായ ലോക്കൗട്ടിലാണ്. അതിന്റെ ഫലമായി മതവിഭാഗത്തിന് നമ്മുടെ ഈ രോഗത്തെ തടയാനുള്ള ഒരു കർമ്മ പദ്ധതിയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചില മതവിഭാഗക്കാർ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി ചില നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. 100% ഞാനത് തിരിച്ചറിയുന്നു, അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായും അതിന് ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല, അത് ചോദ്യം ചെയ്യേണ്ടതല്ല, അതിനെ ആദരിക്കേണ്ടതാണ്. അതേ സമയത്ത് രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്ന ഒരു പ്രധാന കർമ്മം ചെയ്യാൻ വളരെ എളുപ്പമല്ലേ ഒരു ദൈവത്തിന്, മഹാനായ ദൈവത്തിന്, സർവജ്ഞാനിയായ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് ഒരു വാലക അടിച്ചാൽ മതി. ലോക ജനതയുടെ ഇമ്മ്യൂണിറ്റി കൊറോണയുടെ കാലം വരെ 7 മാസം അല്ലെങ്കിൽ 9 മാസം ഞാൻ കൂട്ടിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു ആഹ്വാനം കൊണ്ട് ബഹുജനങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഭക്ഷണം തന്നെ വേണ്ടി വരില്ല. ഭക്ഷണം ദൈവം വിചാരിച്ചാൽ വെറുതെ ഒരു സംഭാഷണം ദൈവം നടത്തിയാൽ മതിയാവും. അതുപോലും ചെയ്യാൻ ഒരു ദൈവം തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ഭക്തന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇക്കാലം വരെ അത്ര ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ ആരാധിച്ചു പോകുന്നത്? ആ ആത്മാർത്ഥതയുടെ ഒരു കണിക അയാൾ പരിഗണിച്ചിട്ട് ദൈവം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ദൈവം എന്ന ഒരു സാധനമില്ല. ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഒന്നും പ്രതികരിക്കാത്തത്. ഞങ്ങളിത് എത്രയോ പഠന ക്ലാസ്സുകൾ വഴിക്ക് നിങ്ങളെ പറഞ്ഞു തന്നപ്പോൾ അതൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാനൊന്നും തോന്നിയിട്ടില്ല. ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് ഇല്ല എന്നല്ല, നിങ്ങൾക്ക് വിവരം അംഗീകരിക്കാനുള്ള ഒരു സന്മനസ് പോലും ഇല്ല എന്നാണ്. അത് മാരകമായ ഒരു രോഗമാണ്. ആ രോഗം മതപണ്ഡിതന്മാരും മതവിശ്വാസികളും മാറ്റണമെന്നാണ് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മഹാമാരികളെ നേരിടാൻ പിന്നെ നമുക്ക് ശാസ്ത്രമല്ലാതെ മറ്റൊരായുധവും ഇല്ല എന്നത് ഡോക്ടർ KP അരവിന്ദന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേൾക്കുകയുണ്ടായി. എനിക്കത് വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു വാചകമാണ്. മഹാമാരികളെ നേരിടാൻ ഏതൊക്കെയാ മഹാമാരി? പ്ലാഗ്, സ്മോൾപോക്സ്, കോളറ, നിപ്പ, എബോള എന്നിവയെ നേരിടാൻ ശാസ്ത്രമല്ലാതെ മറ്റ് ഒരു ആയുധവും ഇല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് മതവിശ്വാസികൾ അംഗീകരിച്ചേ തീരൂ, അല്ലെങ്കിൽ നിങ്ങളൊരു തെളിവ് പറയൂ. നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിൽ എന്ത് സംരക്ഷണത്തിനാണ് നിങ്ങൾ ഈ മഹാമാരികളെ നേരിടാൻ നിങ്ങൾക്ക് കഴിവുള്ളത്? എവിടെയാണ് നിങ്ങൾ ചെയ്തതിന്റെ യഥാർത്ഥ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? കോവിഡ് ചികിത്സയ്ക്ക്
ഗംഗാജലം ഉത്തമമാണെന്ന് ഈ കേന്ദ്ര ജലശക്തി ജൻശക്തി കേന്ദ്ര ജൻശക്തി അഥവാ ജലമന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രി ഒരു കൊടുത്ത നിർദ്ദേശമാണ് കോവിഡ് ചികിത്സയ്ക്ക് ഗംഗാജലം ഉത്തമമാണ്. ആ കേന്ദ്ര ജലവിഭവ വകുപ്പിന്റെ മന്ത്രിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ആകട്ടെ ഇന്ത്യയിലെ ഈ മെഡിക്കൽ റിസർച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തള്ളിക്കളഞ്ഞു. അവരാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം പറയേണ്ടത്. അവരാ വാദം തള്ളി. കേന്ദ്രമന്ത്രിയുടെ വാദം പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. ഗംഗാജലത്തിൽ വൈറസ് സംഹാരികളായ ബാക്ടീരിയോഫാഗസ് ഉണ്ടെന്നും അത് പ്രതിരോധ ശേഷി കൂട്ടുമെന്നുമാണ് മന്ത്രാലയത്തിന്റെ വിവരം കെട്ട പ്രഖ്യാപനം. ഗംഗാജലത്തിൽ ബാക്ടീരിയോഫാഗസ് എന്ന് പറയുന്ന പ്രതിരോധിക്കാൻ പറ്റുന്ന വൈറസുകളെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു പ്രതിരോധ ശേഷി സാധനം ഉള്ളത് കൊണ്ട് ആ വെള്ളം കുടിച്ചാൽ, ഗംഗാവെള്ളം കുടിച്ചാൽ നമ്മളെ പ്രതിരോധ ശേഷി കൂടും, സൂക്കട് മാറുമെന്നാണ് ആ വിഡ്ഢികളുടെ പരസ്യ പ്രസ്താവന. ഇതൊരു കേന്ദ്ര മന്ത്രിസഭയിലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ പറഞ്ഞാൽ എന്താണ് അവരെ ചെയ്യേണ്ടത്? എന്റെ അടിസ്ഥാനത്തിൽ, എന്റെ അഭിപ്രായത്തിൽ പിന്നെ യഥാർത്ഥത്തിൽ അവരുടെ ഈ കുറ്റകരമായ പ്രസ്താവന, കള്ള പ്രസ്താവന, തെറ്റായ പ്രസ്താവന, ദുർബോധനപൂർവമായ പ്രസ്താവന, ആ പ്രസ്താവനയുടെ പേരിൽ അവരെ ആ ഡിപ്പാർട്ട്മെന്റിലെ മന്ത്രിയെയും അവരുടെ ഉദ്യോഗസ്ഥന്മാരെയും പിരിച്ചുവിടുകയും അവരെ യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനത്തിന്റെ പേരിൽ ശിക്ഷാ നടപടി എടുക്കുകയും ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയണം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ മതപരമായ വൈകാരിക നിലപാടുകളാണ് ഇത്തരം ദുർബോധനത്തിന് അവർക്ക് പ്രേരണ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരു ശിക്ഷ വരും എന്ന് അറിയുമെങ്കിൽ ഈ വിവരക്കടവർ പറയാൻ വഴിയില്ല. അവർക്കറിയാം ആരാണ് നമ്മുടെ മോഡി എന്ന് പറയുന്ന, നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSകാരന്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് അത്രയായിട്ട് അറിയാം. ഈ RSSകാരൻ അതുപോലെ തന്നെ BJPക്കാരും മതപരമായ അന്ധത അമിതമായി മൂർച്ഛിച്ചു നിൽക്കുന്ന മനുഷ്യരാണ്. ഗോമൂത്രവും ചാണക ചികിത്സയും ഈ പറഞ്ഞ വൈറസിനെ നിയന്ത്രിക്കാൻ അമിതമായ ഔഷധശേഷിയുള്ള സാധനങ്ങളാണെന്ന പ്രചാരവേല വരുന്നത് RSSന്റെയും BJPയുടെയും ഭാഗത്തുനിന്നാണല്ലോ. ഗോമൂത്രവും ചാണകവും ചികിത്സയ്ക്ക് ഉപയോഗിക്കണം. ഗോമൂത്രം കുടിച്ച ഒരു BJPക്കാരൻ 19/3/20 ഹിന്ദു റിപ്പോർട്ട് ചെയ്തതാണ്. 19/3/20 ആ ഗോമൂത്രം കുടിച്ച ഒരു BJPക്കാരൻ മരിച്ചുപോയി. രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ വേണ്ടിയിട്ട് പാവം അവരുടെ പ്രചാരവേല വിട്ട് കുടിച്ചതാണ്. അങ്ങനെ യഥാർത്ഥ രക്ഷകൻ ദൈവമല്ല. ആ യഥാർത്ഥ രക്ഷകൻ ഈ പറഞ്ഞ ഗോമൂത്രവും ചാണക ചികിത്സയുമാണെന്ന് കള്ളത്തക്ക പ്രസ്താവന നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയില്ലേ? മഹാമാരികളെ നേരിടാൻ വേറെ ഒരു ആയുധവുമില്ല എന്ന മട്ടിലാണ് ഗോമൂത്ര ചാണക ചികിത്സാ വാദം ഉയർത്തി വരുന്നത്. അപ്പൊ രണ്ട് മേഖലയായി. ഒന്ന്, ഗംഗാജലത്തിന്റെ മഹത്തായ ഗംഗാജലം അത്ഭുതകരമായ വെള്ളമാണെന്ന് പറഞ്ഞ് ഇവിടെ കുപ്പിയിൽ കൊണ്ടുവന്ന് വിറ്റത് BJPക്കാരല്ലേ? എത്രയെത്ര കുപ്പി ജലമാണ് ഞങ്ങൾക്ക് ഈ ഗംഗാജലത്തിന്റെ പേരിൽ കൊണ്ടുപോയി വിറ്റിട്ടുള്ളത്. ഞാൻ ഒരു ദിവസം കോഴിക്കോട്ട് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി. ആ ഓഫീസർ ഒരു ഭക്തനാണ്, ഹിന്ദു ഭക്തനാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തരട്ടെ? ഓ, വെള്ളത്രയും നല്ലത് എപ്പോഴും കുടിക്കാലോ, എത്ര വേണമെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. അയാൾ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു വന്നു. ഞാനത് കുടിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞു, ഇത് എന്ത് വിശിഷ്ട ജലാന്നറിയോ? എന്താണ് ഇത്? ഗംഗാജല മാഷെ, എനിക്കിവിടെ ഒരാൾ കൊണ്ടു തന്നതാണ്. ഞാൻ പറഞ്ഞു, അത് ഗംഗാജലത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്റെ ഉറപ്പ്, ഞാനിത് വെള്ളം നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങളിവിടെ അടുത്തുള്ള ഒരു വീട്ടിലെ കിണറിന്ന് എടുത്തതാണ്. അങ്ങനെയുള്ള ജലത്തെ ഗംഗാജലാണെന്നും പറഞ്ഞ് കുടിച്ചാൽ ആ അന്ധവിശ്വാസം തലയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ രോഗങ്ങളൊക്കെ ചിലപ്പോൾ ആസ്വദിക്കും, മാനസിക രോഗങ്ങൾക്കൊക്കെ ചില മാറ്റം കിട്ടും. അല്ലാതെ ഗംഗാജലത്തിൽ ഒരു പുണ്യവുമില്ല. ആഗോള തലത്തിൽ ഇന്ത്യയിലെ പിന്നെ അഖിലേന്ത്യാ തലത്തിൽ ഈ ഗംഗാജലത്തിന്റെ മഹത്വം പ്രചരിപ്പിച്ച പാർട്ടിയാണ് BJP. നാണമുണ്ടോ അവർക്ക്? എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഗൗരവമേറിയ കോവിഡ് ഇന്ത്യയിൽ മുഴുവൻ പിടിച്ചു കുലക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഗംഗാജലം ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഗൗരവമായ ചികിത്സയിലുള്ള കുറച്ച് ആളുകളെ നിങ്ങൾ കണ്ടീഷൻ ചെയ്ത്, വാഗ്ദാനം ചെയ്ത്, ഗവൺമെന്റുമായി അഗ്രിമെന്റ് ഉണ്ടാക്കി നിങ്ങൾ ചികിത്സിക്കാൻ തന്റെ ഇടമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗംഗാജലം മഹത്തായ
ഒരു ചികിത്സാ പദ്ധതിയാണെന്ന് ആർക്ക് മനസ്സിലാവും? ഗംഭീര മഹത്വം ആളുകൾ അംഗീകരിക്കും. അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് കുടിച്ച മനുഷ്യൻ മരിച്ചുപോയി എന്ന ദുഃഖവാർത്ത എന്തു റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യും? അപ്പോൾ ഗംഗാജലം വിശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതുപോലെ ഗോമൂത്രവും ചാണകവും ചികിത്സയും ശുദ്ധമാണെന്ന് പറയുന്നത് അതും അസംബന്ധമാണ്. മഹാമാരികളെ നേരിടാൻ ശാസ്ത്രമല്ലാതെ മറ്റായുധമില്ല എന്നാണ് ഡോക്ടർ KP അരവിന്ദൻ അടിവരയിട്ട് പറയുന്നത്. മഹാമാരികളെ നേരിടാനുള്ള ആയുധം എന്താണ്? അത് ശാസ്ത്രമാണ്. അല്ലാതെ ഇപ്പറഞ്ഞതുപോലെ ഗോമൂത്രവും ചാണക ചികിത്സയും അതുപോലെ തന്നെ ഗംഗാജല ചികിത്സയും ദിവ്യാത്ഭുത അനാവരണം നടത്തുന്ന പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്ന കള്ള പ്രചാരണങ്ങളും അതുപോലെ ജ്യോത്സ്യന്മാരും നമ്മുടെ ആത്മീയ പണ്ഡിതന്മാരും മതവിശ്വാസികളും സ്വാമിമാരും ഒക്കെ അവതരിപ്പിക്കുന്ന കള്ള പ്രസ്താവനകളും അല്ല എന്ന് നാം ഇന്ന് തെളിച്ച് അടിവരയിട്ട് തിരിച്ചറിയുന്നു. ഈ വസ്തുത നാം സ്മരിക്കേണ്ടതാണ്. കോവിഡ് ചികിത്സയ്ക്ക് ഗംഗാജലം ഉത്തമമാണെന്ന് കേന്ദ്ര ജൻശക്തി ജല മന്ത്രാലയത്തിന്റെ നിർദ്ദേശവും വന്നിരിക്കുന്നു. അത് നേരത്തെ ഞാൻ സൂചിപ്പിക്കേണ്ടായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അത് തള്ളിക്കളയുകയും ചെയ്തു. ഗംഗാജലത്തിന്റെ വൈറസ് സംഹാരികളായ ബാക്ടീരിയ ഫാജസ് ഉണ്ടെന്നും അത് പ്രതിരോധ ശേഷി കൂട്ടും എന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവന വന്നു. നിങ്ങൾ ആലോചിക്കണം, അത് ആരെങ്കിലും നാടന്മാർ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് വിലവെക്കാം. അത്ര പോലുമല്ല. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും പിന്നിൽ പോകരുതെന്നാണ്. എനിക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്, ആത്മാർത്ഥതയുടെ കണിക താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ BJP-യും RSS-ഉം രാജിവെച്ച് അന്ധവിശ്വാസ പ്രചരണത്തിന്റെയും ഊഹാപോഹ പ്രചരണത്തിന്റെയും മഹാമൂർത്തികളായ ആ പ്രതിഭാസങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ഒരു ജനാധിപത്യ ബോധമുള്ള ശാസ്ത്രീയ ബോധമുള്ള ഒരു പ്രധാനമന്ത്രിയായി പെരുമാറാൻ താങ്കൾ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ താങ്കൾ പറയുന്ന ഈ പ്രസ്താവനകൾ മുഴുവൻ കപട വാദങ്ങളാണെന്നും ബഹുജനങ്ങളെ വഞ്ചിക്കാനാണെന്നും ഞാൻ ആരോപിച്ചാൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടും ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭക്തന്മാർ ആ ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും പിന്നിൽ പോകരുതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു മതവിശ്വാസി അങ്ങനെ പോകാതിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരുടെ ക്യാബിനറ്റിലെ വിഭാഗമാണ്, പണ്ഡിതന്മാരായ ക്യാബിനറ്റിലെ മന്ത്രിമാരാണ് ഇത്തരം തോന്നിവാസങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് അവരുടെ പാർട്ടിക്കാർ ഒരു കാക്കാശിന്റെ വില കൽപ്പിക്കുന്നില്ല എന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷെ അതൊരു ദുരന്തമല്ലേ? ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരന്തമല്ലേ? വകുപ്പ് മേധാവികളെ പിരിച്ചുവിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഒരു വകുപ്പ് ഭരണഘടനയിലുണ്ട് സാറേ. 51AH എന്ന് പറയുന്ന ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ട്. ആ ഭരണഘടനാ വകുപ്പ് എന്താണെന്ന് അറിയുമോ? ഇന്ത്യൻ പൗരന്റെ കടമകൾ എന്താണെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ 51ാമത്തെ വകുപ്പ് കടമകളെ പഠിപ്പിക്കാനുള്ള ഒരു പ്രധാന ഭാഗമാണ്. അതിൽ 51AH എന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നത് ശാസ്ത്രീയ ബോധം പ്രചരിപ്പിക്കുക, മാനവികത വളർത്തുക, പരീക്ഷണക്ഷമത വികസിപ്പിക്കുക, അന്വേഷണത്വര വളർത്തുക. ഈ 4 കാര്യങ്ങളാണ് ആ വകുപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ആ 4 കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ മന്ത്രിസഭ നടത്തിയിട്ടുള്ള ആ ഗംഗാജലവും അതുപോലെ ഗോമൂത്ര പ്രചാരണവും ആ ഭരണഘടനാ വാക്യത്തിനും ഇന്ത്യൻ പൗരന്റെ കടമയ്ക്കും എതിരാണ്. ഇന്ത്യൻ പൗരന്റെ കടമയെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ലംഘിച്ച മാന്യന്മാരെ എന്തു ചെയ്യണം? അത് പ്രധാനമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിട്ട് നടപടിയെടുക്കാനുള്ള തന്റെ മദ്യം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോക്കൌട്ടിൽ എല്ലാ ദൈവങ്ങളും ദിവ്യന്മാരും ആൾദൈവങ്ങളും ഒളിവിലാണ്. ക്ഷേത്രം, പള്ളി, ഗുരുദ്വാര എല്ലാം ഇന്ന് നിഷ്ക്രിയമാണ്. ഒരൊറ്റ രോഗിയെയും ചികിത്സിക്കാൻ ദിവ്യാത്ഭുതക്കാരെ എവിടെയും കാണുന്നില്ല. ഒക്കെ എല്ലാം ഒളിച്ചു, അവരും ലോക്കൌട്ടിലാണ്. ദൈവം എവിടെ? ഒറ്റയിടത്തും കാണാനില്ല. പള്ളിയിലുമില്ല, അമ്പലത്തിലുമില്ല, എവിടെയും ഇല്ല, ഭാഗ്യലോകത്തിലുമില്ല. യുക്തിവാദം, ദൈവം ഇല്ല എന്ന വാദമാണ്. അത് ചാർവാകന്റെ കാലം മുതൽക്ക് ആരംഭിച്ച യുക്തിവാദമാണ്. എന്റെ വീട്ടിന്റെ പേര് ചാർവാകം എന്നാണ്. ഞാൻ ചാർവാക ദർശനത്തിന്റെ സത്യത്തിൽ ആരാധകനാണ്. അത് അപ്പടി മുഴുവൻ വിഴുകുന്ന ഒരാളല്ല. കാരണം ചാർവാക ദർശനത്തിലും അസ്വീകാര്യമായ ചില നിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ വിവേചനപൂർവ്വം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചാർവാകന്റെ കാലം മുതൽക്ക് ദൈവമില്ല എന്ന മതപണ്ഡിതന്മാരുടെ ദൈവവാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ യുക്തിവാദപരമായ നിലപാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
അത് ഈ ചാർവാക ദർശനം ഹിന്ദു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ഹൈന്ദവ ദർശനത്തിൽ ഒന്നാണ് ചാർവാക ദർശനം. ഭൗതികവാദപരമായ ഒരു ദർശനമാണെങ്കിലും ഹിന്ദു പണ്ഡിതന്മാർ, അന്നത്തെ പണ്ഡിതന്മാർ അതിനെ മതപരമായി കാണാൻ യാതൊരു വൈഷമ്യവും കാണിച്ചിരുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോ സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ദൈവങ്ങൾ കാണാതായി, ദൈവങ്ങളില്ലാതായി, അവരെ നാട് വിട്ടു. അതുപോലെ വിശ്വാസി പണ്ഡിതന്മാരും ഇല്ലാതായി, മത നേതാക്കന്മാരെ കാണാനില്ല. ഇപ്പോൾ ദൈവം ഇല്ല എന്നത് യുക്തിവാദികളുടെ വാദമുഖം ശരിയാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ വർത്തമാനകാലത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല, ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തിറക്കിയ ഒരു ഗ്രന്ഥം ബിഗ് ബാങ് തിയറിയെ ആധാരമാക്കി ദൈവാസ്തിത്വത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട്. പിന്നെ ബിഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്മോൾ ആൻസേഴ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല, ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല. അതിന് പകരം ബിഗ് ബാങ് തിയറിയുടെ പിന്തുണയുണ്ടെങ്കിൽ ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ കൊണ്ട് തന്നെ പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യകാരണങ്ങൾ വിശദീകരിക്കാൻ കഴിയുമെന്നും ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല എന്നും സ്റ്റീഫൻ ഹോക്കിംഗ്, ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് ഇന്ന് ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അടുത്ത കാലത്ത് വരെ അദ്ദേഹം വളരെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്നു. ആസ്ട്രോഫിസിക്സിൽ ഏറ്റവും പ്രഗത്ഭമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള, നിഗമനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള, അതിൽ പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സുപ്രസിദ്ധ ആഗോളതല ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് അത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് പ്രപഞ്ച സൃഷ്ടിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. പ്രപഞ്ച സൃഷ്ടിക്കും മനുഷ്യ സൃഷ്ടിക്കും ദൈവത്തിന്റെ ആവശ്യമില്ലെങ്കിൽ ദൈവത്തിന്റെ ആവശ്യം എവിടെയും ഇല്ല എന്ന് ഉറപ്പല്ലേ? അത്തരമൊരു സാഹചര്യത്തിൽ ഈ കൊറോണ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധിയെ നേരിടാൻ ഒരു ദൈവത്തിനും കഴിയില്ല, അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലാണ് കൊറോണയെ നേരിടാൻ ഏറ്റവും വലിയ മുൻകൈ വന്നത് എന്നത് നേരത്തെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. കേരളം, വിയറ്റ്നാം, ചൈന തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഈ കൊറോണ രോഗത്തെ വ്യാപനം തടയാൻ വേണ്ടി അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെയ്യാൻ പോവാണ് കോവിഡ് പാക്കേജ്. കേന്ദ്ര ഗവൺമെന്റും കോവിഡിന്റെ പ്രതിരോധ നടപടികൾ, ഇതാണ് ഒരു ചെറിയ സൂചകമായി നാം പറയുന്നത്. കോവിഡ് പാക്കേജിന് കേന്ദ്ര ഗവൺമെന്റ് 1.7 ലക്ഷം കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് ഇന്നലെ വരെ. ഒരു സ്റ്റേറ്റിൽ 6,071 കോടി രൂപ മാത്രമേ ഈ നമ്മളെ 28 സ്റ്റേറ്റുകൾ കോരിയിട്ടാൻ കിട്ടുകയുള്ളൂ. ഇത്ര ചെറിയ തുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കോവിഡ് പ്രതിരോധത്തിന് ഇന്നലെ വരെ നീക്കിവെച്ചിട്ടുള്ളത്. കേരളത്തിന് ആകെ കൊടുത്ത കോവിഡ് സഹായധനം 159 കോടിയാണ്. ഒരു സ്റ്റേറ്റാണ് കേരളം. ഏറ്റവും വലിയ മുൻകൈയെടുത്ത് ഈ കോവിഡിനെ നിരോധിച്ച ഒരു സംസ്ഥാനത്തിലേക്ക് അവർക്ക് ഒരു അവാർഡ് കൂടി കൊടുക്കേണ്ടതാണ്. അതിനുള്ള സന്മനസ് മോഡി കാണിച്ചില്ല. മഹാരാഷ്ട്രയ്ക്ക് അതേ സമയത്ത് 1600 കോടിയാണ് കൊടുത്തത്. കേരളത്തിന് 159 കോടി, മഹാരാഷ്ട്രയ്ക്ക് 1600 കോടി. ഒരു ഭരണകർത്താവിന് ചേർന്ന സ്വഭാവമാണോ ഇത്തരം വർഗീയവും രാഷ്ട്രീയവും ജാതീയവും മതപരവുമായ വിവേചനം കാണിക്കൽ? പക്ഷെ അത് അദ്ദേഹം കാണിച്ചിരിക്കുന്നു. 3000 കോടി തൊഴിലുറപ്പിൽ കേരളത്തിന് കൊടുക്കാൻ ബാക്കിയുണ്ട്. ആ ബാക്കിയെങ്കിലും കൊടുത്തുകൂടെ? അതും കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. രണ്ടാം പാക്കേജിൽ 15 ലക്ഷം കോടി നൽകണമെന്നാണ് നേരത്തെ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇന്ന് 20 ലക്ഷം കോടിയല്ലേ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമെന്ന്. അത് എന്തായാലും അഭിനന്ദനം തന്നെയാണ്.
പക്ഷെ ഇത്ര താമസിപ്പിച്ചത് എന്തിനാണെന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയുമോ, നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് പാക്കേജിന് 1.7 ലക്ഷം കോടി രൂപ മാത്രം നീക്കിവെച്ച കേന്ദ്ര സർക്കാർ നമ്മുടെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് എത്ര പൈസ കൊടുത്തു എന്നറിയോ? ആ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് 7.78 ലക്ഷം കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 7.78 ലക്ഷം കോടി രൂപ കിട്ടാക്കടം എഴുതി തള്ളിയ വകയിലാണ് കോർപ്പറേറ്റുകൾക്ക് ഈ പണം കൊടുത്തിട്ടുള്ളത്. അതും കഴിഞ്ഞ മാസം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ ഏകദേശം ഒരു ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ബാധിച്ച അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ഒരു മഹാകർമ്മത്തിനാണ് അദ്ദേഹം പണം കൊടുക്കേണ്ടത്. പക്ഷേ ബഹുജനങ്ങളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ബഹുജനങ്ങളുടെ പ്രശ്നം അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം വന്നതുപോലും അവർ നേരിടുന്ന ദുരിതം എന്ത് മഹത്തായ വേദനയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മോഡിയിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വിസ് ബാങ്കിൽ 90 ലക്ഷം കോടി രൂപ ഇന്ത്യക്കാർ ഇന്ത്യയിലെ വൻകിട മുതലിമാണ് നിക്ഷേപിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 90 ലക്ഷം കോടി രൂപ. 90 കോടിയല്ല, 90 ലക്ഷം. പിന്നെ കോടി, ലക്ഷത്തിന് 7 സംഖ്യ, കോടിക്ക് 8 സംഖ്യ, 15 സംഖ്യയുള്ള ഒരു സംഖ്യ. അപ്പൊ 9 പിന്നെയും വരും. അപ്പൊ ആ അത്രയും ഒപ്പിച്ച സംഖ്യ സ്വിസ് ബാങ്കിൽ ഇന്ത്യൻ കള്ളപ്പണക്കാർ സംരക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ ആ കള്ളപ്പണത്തിന്റെ കണക്കും ആരുടെ പേരിലാണ് അത് നിക്ഷേപമെന്നും കംപ്ലീറ്റ് ഡാറ്റ ഈ സ്വിസ് ബാങ്കിൽ നിന്ന് സുപ്രീം കോടതി വഴിക്ക് കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. സുപ്രീം കോടതിക്കും അതിന്റെ കൈവശം ആ രേഖയുണ്ട്. ഇത് കിട്ടിയിട്ട് ഇപ്പൊ എത്രയായി? എന്റെ അഭിപ്രായത്തിൽ ഒരു കൊല്ലത്തിലധികമായി. 1 വർഷം മുമ്പാണ്. ഇന്നേ വരെ ഇത്ര ലക്ഷം കോടി പൈസ അവിടെ ഉണ്ടായിട്ടും കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചെടുക്കേണ്ട പൈസയാണത്. കള്ളപ്പണമാണ്. കള്ളപ്പണം പിടിച്ചെടുക്കാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതെന്തുകൊണ്ട് നമ്മുടെ മോഡി ചെയ്യുന്നില്ല? കാരണം കള്ളപ്പണക്കാർ കോർപ്പറേറ്റ് മുതലാളിമാരാണ്. കോർപ്പറേറ്റ് മുതലാളിമാർ അദ്ദേഹത്തിന്റെ അളിയന്മാരുടെ മാതിരിയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ഈ ഒരു അപകടം ഈ ഭരണകക്ഷി അഥവാ BJP എന്തുകൊണ്ടാണ് പരിശോധിക്കാത്തത്? പ്രധാനമന്ത്രി ചെയ്യുന്ന ഇത്തരം അസംബന്ധങ്ങൾക്കെതിരെ BJP ഇടപെടണ്ടേ? അവർ അത് ചെയ്തിട്ടില്ല. സ്വിസ് ബാങ്കിൽ കള്ളപ്പണം ഇത്ര, കോർപ്പറേറ്റുകൾക്ക് 7.78 ലക്ഷം കോടി രൂപ കിട്ടാക്കടം എഴുതിത്തള്ളാൻ അദ്ദേഹം കൊടുത്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതേമാതിരി കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അത് പിടിച്ചെടുത്തുകൂടെ? ഇത്തരം രോഗ പരിശോധന ക്ഷീണത്തിന് രോഗ ശുശ്രൂഷയ്ക്ക് ആ പണം പോരെങ്കിലും അത് കൈകാര്യം ചെയ്തുകൂടെ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നിധി 2 മുതൽ 5 ലക്ഷം കോടി ഉണ്ടാകുമെന്നാണ് അവിടുത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സമ്പന്നന്മാരിൽ നികുതി വഹിക്കാൻ ഉപയോഗിച്ച 50 ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഗവൺമെന്റ് ഈയിടെ നീക്കം ചെയ്തു കളഞ്ഞു. രസകരമാണ്. കഴിഞ്ഞ ആഴ്ച എന്താ കാരണം എന്നറിയോ? നമ്മുടെ നികുതി ഉദ്യോഗസ്ഥന്മാർ ഏതാനും ആളുകൾ ചേർന്ന് പ്രധാനമന്ത്രിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു, ഒരു നിവേദനം കൊടുത്തു. അത്രയേ ചെയ്തിട്ടുള്ളൂ. എന്താ നിവേദനത്തിൽ പറഞ്ഞത്? കോർപ്പറേറ്റുകളിലേക്ക് ഇത്ര കോടി രൂപ വരുമാനത്തിൽ കൂടുതലുള്ള കോർപ്പറേറ്റുകൾക്ക് ഇന്ന രീതിയിൽ നികുതി പിരിക്കണമെന്ന് അവരൊരു നിർദ്ദേശം കൊടുത്തു. ആ നികുതി നിർദ്ദേശം കൊടുത്തവരെ പിരിച്ചുവിട്ടു എന്നാണ് കേട്ടത്. ഇതെന്തൊരു അത്ഭുതമാണ്! കോർപ്പറേറ്റുകളെ തൊടാൻ സമ്മതിക്കുന്നില്ല മോഡി. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ അളിയന്മാരെക്കാൾ വലിയ ബന്ധമാണ് അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റുകൾക്കുള്ളത്. ഇതൊരു പ്രധാനമന്ത്രിക്ക് ചേർന്ന സംസ്കാരമാണോ? ഇതൊരു ഫാസിസ്റ്റ് മുതലാളിക്ക് ചേർന്ന സംസ്കാരമല്ലേ? BJP ഒരു ഫാസിസ്റ്റ് സംഘടനയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഞാനത് പലതവണ കേട്ടിട്ടുണ്ട്. അത് 100% ശരിയാണെന്ന് മോഡിയുടെ സ്വഭാവത്തിൽ തന്നെ വ്യക്തമായി തോന്നുന്നു എന്നത് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. കേരളം 80,000 കോടി രൂപ സാമ്പത്തിക സഹായം കേരളം ആവശ്യപ്പെട്ടു. കൃത്യമായ ദുരിതം അനുഭവിച്ച് ഇവിടെ വമ്പിച്ച മുന്നേറ്റം നടത്തി പരിപാടിക്ക് വേണ്ടി ഇഷ്ടംപോലെ പണം ചെലവഴിച്ച് 20,000 കോടി രൂപയുടെ ഒരു പിന്നെ ഫണ്ടാണ് നമ്മുടെ കേരളത്തിലെ ചികിത്സയ്ക്ക് വേണ്ടി കേരള ഗവൺമെന്റ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. 20,000 കോടി രൂപ. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഖ്യയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതുപോലും ആ സംഖ്യ തന്നിട്ട് പോലും കേന്ദ്രത്തിന് ഒരു മനസ്സുണ്ടായിട്ടില്ല. ആ കേരളം അതുപോലെ ഒരു വലിയ തുക കേരളം ആവശ്യപ്പെട്ടതിനേക്കാൾ കവിഞ്ഞൊരു തുക കേരളത്തിന് കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, കേന്ദ്രത്തിന്റെ ധാന്യപ്പുര നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ
ഏപ്രിൽ 1 ഭക്ഷ്യധാന്യ ശേഖരം 7.4 കോടി ടണ്ണാണ്. സർവകാല റെക്കോർഡാണത്. ഇത് കരുതൽ സൂക്ഷിപ്പിന്റെ 3 ഇരട്ടിയാണ്. എന്നിട്ടും സൗജന്യമായി അത് വിതരണം ചെയ്യുന്നില്ല. 10 കോടി പാവപ്പെട്ടവർ ലോക്കൌട്ടിൽ പട്ടിണിയിലാണെന്ന വസ്തുത എന്നെക്കാളും നന്നായിട്ട് അറിയാം പ്രധാനമന്ത്രിക്കല്ലേ. എന്തേ ഒരു മാനവികത പ്രധാനമന്ത്രിയുടെ മനസ്സിലില്ലാത്തത്? ഇതെന്തൊരു രാഷ്ട്രീയ സംസ്കാരമാണ്? എന്തായാലും കൊറോണ കൈകാര്യം ചെയ്യുന്നതിന് ഈ രാജ്യത്തിലെ ജനങ്ങളെ എല്ലാ തരത്തിലും സഹായിക്കേണ്ടതുണ്ട്. വേറെ ഒരു പ്രധാന കാര്യമുള്ളത്, ഈ കൊറോണയുടെ സ്വഭാവങ്ങൾ എടുത്ത് പറയുമ്പോൾ കൊറോണ എന്താണ്, എങ്ങനെയാണ് വരുന്നത്, കൊറോണ ഇങ്ങനെ വികസിച്ച് വളർന്നു വരാൻ എന്താണ്, എവിടെയാണ് ജനങ്ങളിലെത്താൻ കാരണം? ഇപ്പോൾ ചൈനയിലെ വുഹാനിലാണ് കൊറോണ പ്രത്യക്ഷപ്പെട്ടത്. വുഹാൻ എന്ന് പറയുന്നത് വനപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. മാത്രമല്ല വുഹാൻ എന്ന് പറയുന്ന നഗരത്തിൽ വനമൃഗങ്ങളെ വിൽപ്പന നടത്തുന്ന ഒരു മാർക്കറ്റ് ഉണ്ടത്രേ. ഈ മാർക്കറ്റിൽ നിന്നാണ് സത്യത്തിൽ മൃഗജന്യങ്ങളായ വൈറസ് രോഗങ്ങൾ പുറത്തു വരുന്നത്. അത്തരം വൈറസ് രോഗങ്ങളിൽ ഒന്നാണ് COVID-19, എബോള, HN, ബേർഡ് ഫ്ലൂ, സ്വൈൻ ഫ്ലൂ തുടങ്ങിയവ. ഇവയെല്ലാം മൃഗജന്യമായ രോഗങ്ങളാണ്. കാട്ടുമൃഗങ്ങളിലാണ് ഇവ പടർന്നു വരുന്നത്. കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമായും അവരുടെ കൂടെ ഈ വൈറസുകളും പറ്റിപ്പിടിച്ചു വരും. വുഹാനിൽ കോവിഡ് എത്തിയത് എങ്ങനെ? അവിടുത്തെ മാർക്കറ്റിൽ നിന്നാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവിടെ ആ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ജീവികൾ ചെന്നായ, എലി, മേരു, കുറുക്കൻ, നാട്ടുമൃഗങ്ങൾ, പന്നി എന്നിവയാണ്. പന്നിയിൽ നിന്ന് ഈ വൈറസുകൾ പന്നിയിലുണ്ടെന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ്. പന്നിയിൽ നിന്ന് വവ്വാലുകളിലേക്കും വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും അവ പടർന്നു. വനസംരക്ഷണം അനിവാര്യമായ ഒരു ഘടകമാണ്. വനനശീകരണത്തിന്റെ ഫലമായിട്ടാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് വനനശീകരണം ജനദ്രോഹകരമായ ഒരു കർമ്മമാണെന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവാറില്ല. ഇപ്പോൾ അത് ചരിത്രപരമായി നാം പഠിക്കണം. വനനശീകരണം കോവിഡുകൾ പോലെയുള്ള ലക്ഷക്കണക്കിൽ നൂറുകണക്കിലുള്ള വൈറസുകളെ ബഹുജനങ്ങളുടെ ജീവിത രീതിയിലേക്ക് കടത്തിവിടുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് വനസംരക്ഷണം അനിവാര്യമായി നാം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സർക്കാർ തന്നെ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. അതിനു വേണ്ടുന്ന മുൻകൈ എടുക്കണം. ജൈവ വൈവിധ്യ സംരക്ഷണം വൈറസുകളെ അവയുടെ സ്രോതസ്സുകളിൽ സംരക്ഷിക്കും. അതുപോലെ പരിസ്ഥിതി സംരക്ഷണം വൈറസുകളെ മനുഷ്യരിൽ നിന്ന് അകറ്റും. അതുകൊണ്ട് ഇതെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തത് ശാസ്ത്രരംഗമാണ്. ഈ വൈറസുകളെ തടയാൻ എന്താണ് മാർഗം? ഡോക്ടർ KP അരവിന്ദൻ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിന് മാത്രമേ അത് സാധിക്കൂ. ശാസ്ത്രത്തിന്റെ പ്രത്യേകത അപൂർവ ഗവേഷണ യജ്ഞത്തിലാണ് ഇന്നത്തെ ശാസ്ത്രം. 99,000 ഗവേഷണം നടക്കുന്നുണ്ട് ലോകാടിസ്ഥാനത്തിൽ. ഇമ്മ്യൂണിറ്റി വർധന ഏക പ്രതിരോധ മാർഗമാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ശാസ്ത്രത്തെ കീഴ്പ്പെടുത്തി അഹങ്കരിക്കാൻ ഒരു ദിവ്യശക്തിക്ക് കഴിവില്ല എന്നാണ് ഡോക്ടർ ഷോബി വിശദീകരിക്കുന്നത്. മതങ്ങൾ അടച്ചുപൂട്ടിയ ആരാധനാലയങ്ങൾ, ഹൈബർനേഷൻ ദൈവങ്ങളുടെ ഹൈബർനേഷൻ നടക്കുന്ന സന്ദർഭമാണ്. ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ തവള വേനൽക്കാലത്ത് മണ്ണിന്റെ അടിയിൽ ഊണ്ടുപോയി ദീർഘകാലം ഒരു ദീർഘസുഷുപ്തിയിൽ പെടും. ആ സുഷുപ്തിയെയാണ് ഹൈബർനേഷൻ എന്ന് പറയുന്നത്. ഇന്ന് ദൈവങ്ങളൊക്കെ ഈ കൊറോണ കാലത്ത് ഹൈബർനേഷൻ എന്ന് പറയുന്ന ദീർഘസുഷുപ്തിയിലാണ്. കോവിഡ് പ്രതിരോധത്തിൽ മതത്തിന്റെ പങ്ക് എന്താണ്? ഇന്ന് വട്ടപൂജ്യം. മാത്രമല്ല, വട്ടപൂജ്യം എന്ന് പറയുന്നത് പ്രതിരോധത്തിലാണ്. എന്നാൽ കോവിഡ് രോഗം പ്രചരിപ്പിക്കുന്നതിൽ മതങ്ങൾ ഇന്നും പങ്കുവയ്ക്കുന്നു. അതാണ് നമ്മുടെ മതപരമായ നമ്മളെ ചാണകത്തിന്റെയും മറ്റൊക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ അവരാണ് അതിനെ പ്രചരിപ്പിക്കാനാണ് മതങ്ങൾ വല്ല പങ്കും വഹിക്കുന്നുണ്ടെങ്കിൽ വഹിക്കുന്നത്. അപ്പൊ മതം ഇത് നിരോധിക്കുന്നതിന് ഒരു പങ്കും വഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൊറോണ രോഗത്തെ പരത്താൻ മതങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ കണ്ട പങ്ക് വഹിക്കുന്നുണ്ട്. കൊറോണ ഗവേഷണങ്ങൾ, മരുന്ന് കണ്ടെത്തൽ,
അത് അടിസ്ഥാനത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്? ഇന്ത്യയിലെ 30 സ്ഥാപനവും സ്വകാര്യ മേഖലയിലെ 60 സ്ഥാപനങ്ങളും ഇന്ന് ഗവേഷണ രംഗത്തുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സൂപ്പർ വാക്സിൻ ഗവേഷണം നടത്തുന്നു. സെപ്റ്റംബറിൽ ലഭ്യമാക്കും എന്നാണ് പറയുന്നത്. ഇംപീരിയൽ കോളേജ് ലണ്ടൻ ജൂണിൽ പരീക്ഷണം പൂർത്തിയാകും. മൃഗങ്ങളിൽ അത് വിജയിച്ചു കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് പുതിയ മരുന്ന് കണ്ടെത്തുന്നതിൽ മുന്നിലാണ്. കോവിഡ് വാക്സിൻ സെപ്റ്റംബറിൽ വിപണിയിൽ എത്തും. അക്കാര്യത്തിൽ വൻ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. വൈറസ് ശരീരകോശങ്ങളിൽ പെറ്റുപെരുകുന്നത് തടയാനുള്ള ഗവേഷണം, അതിനുള്ള മരുന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. 13B കോഡ് നാമമാണ് ആ മരുന്നിന് കൊടുത്തിട്ടുള്ളത്. ഡോക്ടർ പ്രേമൻ തറവട്ടത്ത് എന്ന ആൾ അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്നും N3 എന്ന പുതിയ മരുന്ന് വരുന്നുണ്ട്. ഒരു പുതിയ മരുന്നാണ്. 1960കളിൽ മനുഷ്യരിൽ പരീക്ഷിച്ച സിനൻസെറിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ഇപ്പോൾ ടെസ്റ്റിന് വിധേയമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ മരുന്നും ചൈനയിൽ ഫലപ്രദമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനുള്ള mRNA 1273 വാക്സിൻ ഗവേഷണം USA പുരോഗമിക്കുന്നു. കോവിഡ്-19 ജനിതക ഘടന കണ്ടെത്താനും തിരിച്ചറിയാനും ശാസ്ത്രജ്ഞർ കഴിഞ്ഞിരിക്കുന്നു. വസൂരി പോളിയോ വാക്സിൻ വഴി തടയാൻ കഴിഞ്ഞു. സമ്പൂർണമായി ഉന്മൂലനാശം ചെയ്യാൻ കഴിഞ്ഞു. കോവിഡിനെയും നാം ഇതുപോലെ കീഴടക്കുമെന്നാണ് ശാസ്ത്രബോധമുള്ളവർ പറയുന്നത്. വൈറസിന്റെ ദ്രുതജനിതക മാറ്റം സംഭവിക്കുന്നു. മാറ്റം വന്നവ വീണ്ടും വരാം. നാം പ്രതിരോധ ഗവേഷണം നിർത്തില്ല. അങ്ങനെ ഏത് വേഷം കെട്ടി വന്നാലും ആ വൈറസിനെ അതാത് സ്ഥലത്ത് കെട്ടി നിർത്താൻ നമുക്ക് സാധിക്കും. ലോക്കൗട്ട് പ്രഖ്യാപിച്ചതോടെ മതങ്ങളും ദൈവങ്ങളിൽ ലോക്കൗട്ടിലായി. ഈ വസ്തുതയാണ് ഈ രംഗത്ത് മതരംഗത്തിന്റെ നിഷ്ക്രിയത ചൂണ്ടിക്കാണിക്കുന്നത്. സമ്പൂർണ്ണ നിഷ്ക്രിയതയിൽ, നിസ്സഹായതയിൽ ദുരന്ത നോക്കുകുത്തികളായി ദൈവങ്ങളും മതങ്ങളും മാറി. ഒരു പ്രതിരോധ നടപടിയും അവർ എടുക്കുന്നില്ല. സർവരക്ഷകൻ സർവ ദുരന്ത നിരീക്ഷകരായി. ദിവ്യാത്ഭുത വ്യാപാരികൾ ഹൈബർനേഷൻ സ്ലീപ്പിലാണ്, ദീർഘസുഷുപ്തിയിൽ. ശാസ്ത്രം മനുഷ്യ സംരക്ഷയുടെ അജയ്യ ശക്തി തന്നെ എന്ന് തെളിയിച്ചു കഴിഞ്ഞു. മതം നിഷ്ക്രിയതയുടെ നിർജീവ പിണ്ഡമാണെന്നും തെളിഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ പാർത്ഥ ബാനർജി PhD മോളിക്യുലർ വൈറോളജി പറയുന്നു, ഇന്ത്യ lays far behind in detecting character of the viruses and is therefore clueless about how to deal with COVID-19. ഇന്ത്യയിലെ ശാസ്ത്രരംഗം, വൈറോളജി ശാസ്ത്ര പണ്ഡിതൻ പറയാണ്, വേണ്ടത്ര വികസിച്ചിട്ടില്ല. വൈറസിന്റെ സ്വഭാവം തിരിച്ചറിയുന്നതിൽ അതിലാവശ്യമില്ലാത്ത താമസം വന്നിരിക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മോഡി രോഗപ്രതിരോധത്തിന് നീക്കിയ തുക 1.70 കോടി രൂപയാണ്. കോർപ്പറേറ്റുകൾക്ക് കടം വീട്ടാൻ നൽകിയത് 7.78 കോടി രൂപയാണ്. എത്ര ഇരട്ടിയാണ് ആ തുക എന്ന് നിങ്ങൾ ആലോചിക്കണം. BJP സർക്കാരിന് മനുഷ്യത്വം തീണ്ടിയിട്ടില്ല എന്ന് വേണം ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ലോക്കൌട്ടിൽ കുടുങ്ങിയ ജനം 140 കോടിയാണ്. മുന്നൊരുക്കം നടത്താതെയാണ് ലോക്കൌട്ട് പ്രഖ്യാപിച്ചത്. കുടിയേറ്റ തൊഴിലാളി പ്രശ്നം മോഡിക്ക് അറിയില്ല. അങ്ങനെ ഒരു വിഭാഗം ലോകത്തിലുണ്ടെന്ന് മോഡിക്ക് അറിയില്ല. അവർക്ക് വേണ്ടി ഒരു പാക്കേജ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മോഡി ഗ്രാൻഡ് വിതരണ വിവേചനം കാണിക്കുന്നു. കേരളത്തിന് 159 കോടിയാണ് വിവേചനം, കോവിഡ് സഹായം കൊടുത്തപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് 1611 കോടിയാണ്. നിങ്ങൾ 10 ഇരട്ടി കുറവാണ് കേരളത്തിന് നൽകിയിട്ടുള്ള സഹായങ്ങൾ. ഒരു അവസാനത്തെ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സർക്കാർ എന്തു ചെയ്യണം പ്രതിരോധ ശേഷി കൂട്ടാൻ? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരോഗ്യവർദ്ധനയ്ക്ക് പ്രോജക്റ്റ് നടപ്പാക്കണം. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടൽ പ്രധാനമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കണം. ഭക്ഷ്യവിഭവ ഉൽപാദനം ശാസ്ത്രീയമാക്കണം. ആശുപത്രി വികസനം, സാങ്കേതികവൽക്കരണം മെച്ചപ്പെടുത്തണം. ഗവേഷണ സംവിധാനം ഉന്നത തലത്തിലാക്കണം.
മരുന്ന് വിതരണം വില കുറയ്ക്കണം. ശാസ്ത്രവും ശാസ്ത്രീയ രീതിയും ജനകീയ ബോധമാക്കണം. ആയുധങ്ങൾക്കല്ല, ആരോഗ്യ പഠനത്തിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ പണം നീക്കിവെക്കണം. ഇത്രയുമാണ് കേന്ദ്ര സർക്കാരിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ ലളിതമായി അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.